സമ്മർ സീസൺ ഡ്രൈ ആണെങ്കിൽ പോലും നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള നല്ല ജ്യൂസൊക്കെ കഴിക്കുന്ന, ഐസ്ക്രീമൊക്കെ കുടിക്കുന്ന, നല്ല ഫ്രൂട്ട്സ് മാങ്ങയൊക്കെ പഴുക്കുന്ന സീസണാണ് അല്ലേ? മാമ്പഴങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സീസണാണ്. ദെൻ ദിസ് ഈസ് ദ ടൈം by the end of summer farmers started preparing their fields so that they can welcome the rains. അപ്പം സമ്മറിൻ്റെ അവസാനത്തോടെ നമ്മൾ നിലമൊക്കെ ഉഴുത് പ്രിപ്പയർ ചെയ്തിടും നല്ല കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മഴ ലഭിക്കുമ്പോൾ. ദിസ് ഈസ് ദ ടൈം when the people of Kerala celebrate Onam which is coincide with the harvest season. അപ്പോൾ ഈ സമയത്താണ് കേരളത്തിലെ ജനങ്ങൾ എന്താ ഓണം ആഘോഷിക്കുന്നത്. ശരിക്കും ഓണം എന്താ ഒരു കാർഷികോത്സവമാണ് അല്ലേ? നമ്മുടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഉത്സവം തന്നെയാണ് ഓണം. പോസ്റ്റ് മൺസൂൺ ഈസ് ദ ഹാർവെസ്റ്റിംഗ് ടൈം. മൺസൂണിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? വിളവെടുക്കുന്ന സമയമാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫെസ്റ്റിവൽ കാൾഡ് ദസറ, ദുർഗാപൂജ ആൻഡ് ദിവാലി. സോ ഈ സമയത്താണ് ദസറ, ദുർഗാപൂജ, ദിവാലി പോലുള്ള സെലിബ്രേഷൻസ് വരുന്നത്, വിച്ച് ആർ സെലിബ്രേറ്റഡ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? നെക്സ്റ്റ്, ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ കൾച്ചർ. സോ എന്തൊക്കെയാണ് ഇനി എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ അത് ഇന്ത്യയിലെ കൾച്ചറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് ലെസൺ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇന്ത്യ ഈസ് ഫോർച്ചുനേറ്റ് ടു ഹാവ് ദ ക്ലിയർ സീസൺ, സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് മൺസൂൺ. സോ ഇന്ത്യയിൽ എല്ലാ സീസൺസ് ഉണ്ടല്ലേ നമുക്ക്? സമ്മർ, വിന്റർ, മൺസൂൺ, സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. ഹൗവർ ദീസ് ഡേയ്സ് cannot be noticed disturbance in the cycle of season. This is due to the global warming which is burning the topic of today's വേൾഡ്. സോ പക്ഷെ ഇന്ന് കറക്റ്റ് ആയിട്ടാണോ നമുക്ക് ഈ സീസൺസ് ഒക്കെ കിട്ടുന്നത്? മഴ കറക്റ്റ് ആണോ? ചൂട് കറക്റ്റ് ആണോ? ഒന്നുമല്ല. കാര്യം എന്താ? നമ്മളുടെ ആഗോള താപനം. അത് ഇന്ന് തൊട്ടാ പൊള്ളുന്നൊരു ടോപ്പിക്കാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആഗോള താപനം. ഇത് കാരണം നമുക്ക് എന്താണ് നമ്മളുടെ മാസങ്ങളിലും നമ്മളുടെ കാലാവസ്ഥയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ഇമ്പാക്ട് ദാറ്റ് മേ എഫക്ട് ഓൾമോസ്റ്റ് എവറി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. സോ ഇത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും, ലൈഫ് സ്റ്റൈൽസിനെയൊക്കെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്നത്. The global warming has a serious impact on our world's climate. India cannot escape it. സോ ഗ്ലോബൽ വാർമിങ്ങിന് എന്താണ്? നമ്മുടെ ലോകത്തിൻ്റെ ക്ലൈമറ്റിൽ തന്നെ എന്താ മൊത്തത്തിൽ മാറ്റുന്നതിൽ വലിയൊരു പങ്കുണ്ട്. അതിൽ ഇന്ത്യക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. Don't you think that it is important for everybody to know about it and think how one of us can contribute to reducing its extent? സോ ഇതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിയാനും അതുപോലെ തന്നെ നമുക്കിതെങ്ങനെ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയണ്ടേ? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്. സോ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ഒരു എന്താ പറയുക, ഒരു എസ്സേ പോലെയോ അല്ലെങ്കിൽ ഒരു 4 മാർക്സ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. During the last decades of urbanization, industrialization and popular growth of atmospheric has been polluted. So എന്താണ് പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ എന്താ ഈ പറഞ്ഞ നഗരവൽക്കരണം, ഫാക്ടറീസിൻ്റെ വരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എന്ത് ചെയ്തു? നമ്മളുടെ അറ്റ്മോസ്ഫിയർ, നമ്മളുടെ അന്തരീക്ഷം ആകെ മൊത്തം മലിനപ്പെട്ടിട്ടുണ്ട്. Human activities increase the amount of carbon dioxide, chlorofluorocarbon and other dangerous gas. So മനുഷ്യരുടെ ഈ വക ആക്ടിവിറ്റീസ് കാരണം എന്ത് ചെയ്തു? ക്ലോറോഫ്ലൂറോകാർബൺ, അതായത് CFC എന്ന് പറയും, ഇത്തരത്തിലുള്ള വാതകങ്ങൾ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ടും പുറത്തേക്ക് വരാൻ തുടങ്ങി. About 51% of the solar energy is absorbed by the earth's surface. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യുന്നു? 51% സോളാർ എനർജി, സൂര്യൻ്റെ എനർജി ഇപ്പം എർത്തിലാണ്, എർത്തിൻ്റെ സർഫസ് ആണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അത് കാരണം നമ്മളുടെ ഭൂമിയുടെ താപനില ഇപ്പം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ റെസ്റ്റ് ഓഫ് ദ ഹീറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ. ഇനി സർഫസ് വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്, പ്രതിധ്വനിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യാണ്? ദിസ് ഹെൽപ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ. ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൂടി നിൽക്കാൻ കാരണമായിട്ട് മാറുന്നു. ബട്ട് now due to the pollution some of the reflected heat is trapped in the greenhouse gases, mainly carbon dioxide. മുമ്പ് എങ്ങനെയായിരുന്നു? സണ്ണിൽ നിന്നും സോളാർ എനർജി വരുന്നു, അർത്തിൻ്റെ സർഫസിൽ തട്ടി അത് തിരിച്ചു പോകുന്നു അറ്റ്മോസ്ഫിയറിലേക്ക്. പക്ഷേ ഇപ്പം ഈ വരുന്ന എനർജി ഇവിടെ തന്നെ ട്രാപ്പായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്താ? കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് സണ്ണിൽ ലൈറ്റിനെ തിരിച്ചു പോകാനായിട്ട് അനുവദിക്കുന്നില്ല, ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നു. GHGs എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് കേട്ടോ. Then it has increased the temperature of earth surface. ഇതെന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? എർത്തിൻ്റെ ഉപരിതലത്തിലുള്ള
ചൂട് താപനില വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നു. There is evidence to show that carbon dioxide levels are still increasing. So ഇപ്പോഴും ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Many countries have signed a convention to reduce GHGs under the UN framework. ഒരുപാട് രാജ്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UN-ന്റെ അണ്ടറിൽ ഒരുപാട് ട്രീറ്റീസ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. However, the current international agreements are still not effective enough to prevent the significant changes in climate. പക്ഷേ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒന്നും തന്നെ എന്താണ് ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നതല്ല. ഓക്കെ, ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ടില്ല. We already know that 70% of Indians are working in the agricultural sector. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ, 70% ഇന്ത്യക്കാരും എന്താണ് കൃഷിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. Any changes in the temperature will have an adverse effect on agriculture. ഇത്തരത്തിൽ താപനിലയിൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ എന്താ നമ്മുടെ കൃഷിയെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. This will have a serious social and economic impact on India. ഇത് ഇന്ത്യയിലെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മളെ വളരെയധികം കഷ്ടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. After reading chapter, we can clearly see the climate plays an important role in human life. So ഈ ഒരു ചാപ്റ്റർ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ലൈഫിൽ, ഹ്യൂമൻ ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. Our food, our festival, our economy, everything is closely linked into the cycle of seasons. നമ്മുടെ ഫുഡും നമ്മുടെ ഫെസ്റ്റിവലും നമ്മുടെ എക്കോണമി ഒക്കെ തന്നെ എന്താ ഈ ഒരു സൈക്കിൾ ഓഫ് സീസണിൽ ലിങ്ക്ഡ് ആണ്. If the season are favorable, human life will be more good and comfortable. ശരിയല്ല, നമ്മുടെ കാലാവസ്ഥയൊക്കെ നമ്മൾ അനുയോജ്യമാണെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും കുറച്ചുകൂടി മനോഹരവും മെച്ചപ്പെട്ടതുമായിട്ട് മാറും. Since the state of weather affects agriculture, health, transportation, etc., it's important that all of us make some changes in our lifestyle to reduce CFC and other harmful gases. So ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ CFC പോലുള്ള ഹാംഫുൾ ഗ്യാസസിൻ്റെ എമിഷനൊക്കെ കുറയ്ക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആക്കണം. പിന്നെ CFCs ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ എയർ കണ്ടീഷൻ പോലുള്ള വസ്തുക്കളിൽ നിന്നാണ്. സോ അതിൻ്റെയൊക്കെ യൂസസ് നമുക്ക് കുറയ്ക്കാം, പെർഫ്യൂംസിൻ്റെ യൂസസ് കുറയ്ക്കാം. പിന്നെ നമ്മളുടെ വാഹനങ്ങളുടെ ആണെങ്കിലും പൊല്യൂഷൻ ചെക്ക് ചെയ്യുക. EV വെഹിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ, ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യാം. സോ അതുവഴിയൊക്കെ നമുക്ക് ഈ ഒരു CFCയുടെ എമിഷൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു. സോ എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇന്ത്യയുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എഫക്ട് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്ലൈമറ്റ്സ് ഓഫ് ഇന്ത്യ. പിന്നെ ഇന്ത്യയുടെ സ്പെഷ്യൽ വിൻഡ്സിന്റെ പേരെന്തൊക്കെയാണ്, അതെങ്ങനെ ഫോം ചെയ്യുന്നു, മൺസൂൺ വിൻഡ്സും പോസ്റ്റ് റിട്രീവിങ് മൺസൂൺ വിൻഡ്സ്. പിന്നെ ഇന്ത്യയുടെ സൈക്കിൾ ഓഫ് സീസണും അതുപോലെ മെയിൻ സീസൺസ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്ലൈമറ്റ് നമ്മളുടെ ലൈഫിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഇന്ത്യൻ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ എക്സസൈസ് ഒക്കെ ചെയ്ത് പഠിക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്ലൈമറ്റ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, പിന്നെ അതുപോലെ ഇന്ത്യൻ ക്ലൈമറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ്ലി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ മൺസൂൺ, പോസ്റ്റ് റിട്രീവിംഗ് മൺസൂൺ, ഇത്രയും പഠിച്ചു വച്ചിരിക്കാം. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, വളരെ എളുപ്പം മാർക്ക് കിട്ടാവുന്നതാണ്. ഗ്ലോബൽ വാർമിംഗ് ആ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഒന്നും മിസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം.